ഹായ്, അപ്പം എന്തായാലും ഹാപ്പി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അത്യാവശ്യം 2-3 ദിവസമായി കാണും. ഇനിയിപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആയി, പുതിയ സെറ്റപ്സ് ആയി, പുതിയ റൊട്ടീൻസ് ആയി, അങ്ങനെ പല കാര്യങ്ങളും ആയി. ഒന്നും ഈ ന്യൂ ഇയർ എന്നെ ബാധിക്കുന്നുണ്ടാവില്ല. ഐ വിഷ് എല്ലാവർക്കും നല്ലൊരു ഇയർ ആവട്ടെ. കുക്കിംഗ് ഈസ് മൈ ഫേവറേറ്റ് തെറാപ്പി. അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. രാവിലെ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടേനും രാവിലെ തന്നെ എണീറ്റതും കുക്ക് ചെയ്തതും ഒരു ബാത്തും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. കഴിഞ്ഞ ലീവിന് ശേഷം ഞങ്ങൾക്ക് ക്രിസ്മസ് ലീവ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് കുറെ ദിവസം ഉണ്ട് അത് ഇതൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും 5 ദിവസം പോയത് അറിഞ്ഞിട്ടില്ല. കോറിയാസ് ഹൗസ് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ട്. കൊച്ചു ടിവിയിൽ കുറച്ചു കാലം മുന്നേ വരെ ഉണ്ടായിരുന്നു. കോഫി, ലില്ലി, ഗ്ലോറീസ് ഹൗസ്, മാസുപിലാമി, ഇങ്ങനെയുള്ള കുറച്ച് കാർട്ടൂൺസ് ഒക്കെ ഇന്നും എന്റെ ഫേവറേറ്റ് ആണ്. ഞാനാണെങ്കിൽ രാവിലെ തന്നെ എണീച്ച് വന്നപ്പോൾ ഒരു സിനിമയൊക്കെ കാണണമെന്നാണ് വിചാരിച്ചത്. വലിയ സിനിമ പേഴ്സൺ അല്ല, അതേമാതിരി കുറേ സിനിമയൊന്നും കണ്ടിട്ടുമില്ല. പിന്നെ സിനിമ മാറി ഷോർട്ട് ഫിലിം എന്തെങ്കിലും കാണാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ മിക്കതും ഞാൻ കണ്ടതാണ്. ഇങ്ങനെ മാറ്റി ലാസ്റ്റ് കാർട്ടൂൺ തന്നെ കണ്ട്. 2026 ജേർണൽ വരുന്നുണ്ട്. ജേർണൽ 280 പേജസ് ഉള്ളതാണ്. അപ്പോൾ ഈ ജേർണലിനെ പറ്റി പറയുമ്പോൾ എനിക്കിത് വാങ്ങണ്ടായിരുന്നാണ് ഇത് കൈമ കിട്ടിയപ്പോൾ തോന്നിയത്. മെയിൻ റീസൺ ഇസ് ഇതിൻ്റെ അകത്ത് ഇത്രയും പേജ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനിയും സ്റ്റിക്ക് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഇത് വല്ലാണ്ട് തടിച്ചു പോകും. പിന്നെ ഇതിന്റെ പേപ്പർ ക്വാളിറ്റി എനിക്ക് പറയാൻ പറ്റൂല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. 2 ജേർണൽ ഒരു ഇയറിലേക്ക് വാങ്ങുമ്പോഴത്തേക്കും 400 സംതിങ് ആവും. ഇതാവുമ്പോൾ 300 ആയിട്ടുള്ളൂ. 365 ഡേയ്സും ജേർണൽ ചെയ്യൂലോ, അപ്പൊ പിന്നെ അത്രയും പേജസിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ജേർണൽ തുറന്ന സമയത്ത് ഇതിനകത്ത് ഫുള്ള് പൊടിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാനൊക്കെ അത്യാവശ്യം ദിവസം പിടിക്കുന്നതുകൊണ്ട് ഇത് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. അതേ സമയത്ത് എടുത്ത തീരുമാനമൊക്കെ തെറ്റാണെങ്കിലും അത് എടുക്ക് നല്ലതായിട്ട് വരും. മേ ബി ഇറ്റ് വിൽ പെർഫോം ബെറ്റർ. എന്തായാലും ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ട് ഞാൻ ഈ ജേർണൽ തന്നെയാണ് ഈ പ്രാവശ്യം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു എലാസ്റ്റിക് ലോക്കർ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിന്റെ മേലെയായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു ചതവുണ്ട്. ഓക്കെ, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഡിസംബർ ജേർണലിംഗ് എന്നോ ഫുള്ള് ചെയ്യാനുണ്ട്. ഒരു റാപ്പ് അപ്പ് ടൈപ്പ് ഓഫ് വ്ലോഗ് ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് നമുക്ക് ഡിസംബർ ജേർണലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഞാനൊരു ജാനുവരി 2 ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇടാം. ജാനുവരി 5 എന്തായാലും ജേർണൽ ഫ്ലിപ്പ് ത്രൂ ഇടണം എന്ന് വിചാരിക്കുന്നു. ഇതാണ് കാര്യങ്ങള്. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്ന് മാനാഞ്ചിറ പോവാന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഒന്ന് അമ്മേന്റെ കൂടെ ഷോപ്പിലൊക്കെ പോകാനുണ്ട്, ക്ലോത്ത് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനൊക്കെ. അത് കഴിഞ്ഞ് അമ്മേന്റെ ഷോപ്പിലെത്തി. അനുശ്രീ ബസ് കയറി കഴിഞ്ഞിട്ടാണ് എനിക്ക് കയറേണ്ടത്. ഞാൻ അനുശ്രീന്റെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ബസ്സൊക്കെ ഇറങ്ങി ഇതിലെത്തി കുറച്ചേരം അവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് ഇരുടായിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. സത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞാല് എനിക്ക് ഈ പ്രാവശ്യം മാനാഞ്ചിറയിൽ ഡെക്കറേറ്റ് ചെയ്ത ഒന്നും ഇഷ്ടമായില്ല. ഡ്രാഗന്റേത് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ബാക്കി ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേത് ഇതിലും അടിപൊളിയും കുറച്ചും കൂടെ ലൈറ്റ്സ് ആണെങ്കിലും വെളിച്ചായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കൂടുതലേനും. ഇപ്രാവശ്യം ഒരുമാതിരി സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ കണ്ട മാതിരി ഏതാ ഉള്ള ആ ഒരു സംഭവം, ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സും ഒരു പിങ്ക് ലൈറ്റും പിന്നെ മൊത്തത്തിലുള്ള ഡെക്കറേഷൻ ആണെങ്കിലും ഒന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല. അനുശ്രീന്റെ ചേച്ചി പൊന്നേച്ചിയും ആണ് എന്റെ കൂടെ വന്നത്. പെട്ടെന്ന് എടുത്ത ഒറ്റ മൈൻഡ് ഡിസിഷൻ ആയിരുന്നു മാനാഞ്ചിറ പോവാന്നുള്ളത്. ഹാപ്പിനെസ് ഇസ് വാട്ട് വി മേക്സ്. ഇപ്പൊ ചെയ്യാൻ പറ്റാത്തതൊക്കെ പിന്നെ എപ്പോഴാ ചെയ്യാം. പക്ഷെ എനിക്കൊന്നും വാങ്ങണം എന്നൊന്നും ഇല്ലേനും. അനുശ്രീ എപ്പോഴും ഇങ്ങനെ ആ ഒരു റിങ് ഒരു വെള്ളത്തിനകത്ത് നിന്ന് ഇങ്ങനെ ആവുന്ന ആ ഒരു ഗെയിം വാങ്ങണം എന്ന് എപ്പോഴും പറയുന്നു. എല്ലാ പീഡിയക്കാരെടുത്തും ഇത് തപ്പേനും ലാസ്റ്റ് ഇതിനെ കിട്ടി.
അത് കഴിഞ്ഞ് ഞങ്ങൾ അനുശ്രീന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ അവിടെ വെച്ച് കണ്ട് ഞങ്ങളോട് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞതിന് ഞങ്ങൾ SM-ന്റെ സൈഡിലുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങി. ഇതിന്റെ മേക്കിംഗ് പ്രോസസ് എന്ത് അടിപൊളിയല്ലേ. ഐസ്ക്രീം കഴിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഇപ്പുറത്തെ ഭാഗത്ത് ഹോട്ട് ചോക്ലേറ്റിന്റെ ഉണ്ടേനും പൊന്നേച്ചിനെ വെറുപ്പിച്ച് അതും കൂടെ വാങ്ങാൻ നിന്ന് പറഞ്ഞാല് മാഷ്മെല്ലോ ഒക്കെ ഇട്ടിട്ടും പിന്നെ ഇതിനകത്ത് ബ്രൗണി ഒക്കെ ഇട്ടിട്ടും ഭയങ്കര ടേസ്റ്റ് ആണ്. ഹൈപ്പിലുള്ള ഒരു സാധനം. 40 റുപ്പീസിനൊന്നും തീരെ വെർത്തല്ലാത്തൊരു സാധനം. ഒരു 2 പീസ് കേക്കിന്റെ മേലെ കുറച്ച് ഹോട്ട് ചോക്ലേറ്റും 2 മണി ചോക്കോ ചിപ്സും ഇട്ടിരുന്നതാണ് ഇതെന്ന് ഞാൻ അറിയില്ലേനും. അങ്ങനെ ഞാൻ അവിടുന്ന് ബസ്സൊക്കെ കയറി തിരിച്ച് ഞാൻ അമ്പലപ്പടി അമ്മേന്റെ ഷോപ്പിലേക്കാണ് പോകുന്നത്. അമ്മേന്റെ ഷോപ്പിന്റെ അടുത്ത് പുതിയൊരു ബേക്കറി തുടങ്ങിയിട്ടുണ്ട്. സോ അവിടുന്ന് ഒരു ഷവർമ കഴിക്കാൻ വിചാരിച്ചു. അതും പാർസൽ ചെയ്ത് വാങ്ങിയിട്ട് അമ്മേന്റെ ഷോപ്പിൽ നിന്ന് കഴിക്കാന്ന് വിചാരിച്ച് ആകുമ്പോൾ സമാധാനത്തിലിരുന്ന് കഴിക്കുകയും ചെയ്യാം, പിന്നെ ഭയങ്കര കംഫർട്ട് വയ്ക്കും. പിന്നെ ഞങ്ങൾ തിരിച്ച് അമ്മേന്റെ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് ഞങ്ങളിന്ന് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അമ്മയ്ക്ക് അടിച്ചത് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലെത്തിയപ്പോൾ പിന്നെ വിശപ്പൊന്നും ഇല്ലേനും. അതുകൊണ്ട് നേരെ ജേർണൽ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴാണോ ജേർണലിങ് ലാസ്റ്റായിട്ടൊരു വീഡിയോ ഇട്ടത് അന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അത് തൊട്ടിച്ചില്ല. അപ്പോൾ അവിടെ മുതൽ ഇനി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്ട് കുറച്ച് പേപ്പർ ബാഗ്സും കുറേ മുട്ടായിൻ്റെ കവറും ഫോട്ടോസും സ്റ്റാമ്പ്സും കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ എടുത്തു വെക്കുന്ന നേരം കൊണ്ട് അതങ്ങോട്ട് ചെയ്താൽ മതി. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് എന്തെങ്കിലും കാണാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. പക്ഷെ അപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ASMR വീഡിയോ പോലെ ആക്കാം വിത്തൗട്ട് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഓവർ ഒന്നും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ ഒരു വീഡിയോയ്ക്ക് അതാത് ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ASMR പോലെ കൊടുത്തിട്ട് പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതേപോലെ ജേർണൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് നവംബറത്തേത് ചെയ്ത് കഴിഞ്ഞാലും ഡിസംബറിലേക്ക് കുറേ പേജസ് ഉണ്ടാവുന്നു. പക്ഷേ നവംബറത്തെ 2-3 പേജ് കഴിഞ്ഞപ്പോൾ തന്നെ ഡിസംബറിലേക്കുള്ള പക്ക പേജസ് അവിടെ ഉണ്ട്. അത് കൂടുതലും അല്ല പക്ഷെ കുറവും അല്ല അങ്ങനെ. അപ്പം ഈ പ്രാവശ്യം 2025 ഏറ്റവും വലിയൊരു വിഷാണ് നടന്നത്. 2025 രണ്ടാമത്തെ ജേർണൽ ഈ 2-3 ദിവസം കൊണ്ട് ഫിനിഷ് ആവും. ഈയിടെയായിട്ട് കുറേ ബിൽസൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഓരോ ഫോട്ടോസിൻ്റെ സൈഡിലായിട്ട് ബിൽസ് വെക്കാമെന്ന്. പിന്നെ ബിൽസ് മാത്രമായിട്ട് അങ്ങോട്ട് വെക്കാം. എനിക്ക് കറക്റ്റായിട്ട് ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ല. ചിലപ്പോൾ ഓരോ പേജസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ഇതൊരു 9 മിനിറ്റിൻ്റെ വീഡിയോൻ്റെ അകത്ത് ഒരു ദിവസം ഫുള്ളുണ്ട്. അതും ഒരു 1-2 മണി വരെ ഉള്ളതാണ്. ഞാനൊരു പിൻ ബോർഡ് അല്ലെങ്കിൽ ഒരു ഡാഷ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനത് പോക്കി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ജേർണലിൻ്റെ അകത്തേക്ക് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ 2025 വിഷൻ ബോർഡിന് ഏറ്റവും ലാസ്റ്റ് പേജിൽ എനിക്ക് സ്റ്റിക്ക് ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ രാത്രി നല്ല ഉറക്കം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ്. ആ കത്രികയ്ക്ക് അധികം മൂർച്ചയില്ലാത്തതിനെ കൊണ്ട് ആ ടിഷ്യൂ അധികം കട്ടായിട്ട് വരുന്നില്ല. ഇത് ചെയ്തിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാനും. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വെട്ടുകയാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ നോർമൽ ഫോട്ടോസ്റ്റാറ്റ് 10 രൂപേന്റെ കളർ പ്രിന്റ് ആണ് എടുക്കല്. സ്റ്റിക്കേഴ്സ് ഒക്കെ കുറേ എണ്ണം അത്യാവശ്യം പ്രിന്റ് എടുത്ത് വെക്കുന്നതുകൊണ്ട് മൊത്തം സ്റ്റിക്കർ പ്രിന്റ് ആക്കണം എന്ന് വിചാരിക്കലില്ല. ഇന്ന് അത്യാവശ്യം പറ്റുന്ന പോലെ തന്നെ പ്രൊഡക്റ്റീവ് ആയിരുന്നു. ജേർണൽ ചെയ്ത് കുക്ക് ചെയ്ത് എല്ലാം ചെയ്ത് ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആണ്. ഇതൊക്കെ മെസ്സാണ്. തൽക്കാലം അങ്ങനെ നോട്ടെ, നാളെ ചെയ്യാനുള്ളതാണല്ലോ വിചാരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.